സിനിമയിലെ ആദ്യ നായകനായ രാമരാജിനെ നേരിൽ കാണാനെത്തി നടി കനക. 1989 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം കരകാട്ടക്കാരൻ മുഖേന വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച കനക ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നായകനായ രാമരാജനുമായി വീണ്ടും കണ്ടുമുട്ടിയത്. 37 വർഷത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആരാധകർ പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു. ഇതിഹാസ സംഗീത സംവിധായകൻ ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കരകാട്ടക്കാരൻ ചിത്രത്തിലെ ഇളയരാജയുടെ സംഗീതം, പ്രത്യേകിച്ച് മാങ്കുയിലെ പൂങ്കുയിലെ എന്ന ഗാനം ഇന്നും പുതുതലമുറയുടെ പ്രിയപ്പെട്ടതാണ്. യുവ സംഗീത സംവിധായകൻ ധരൻ കുമാറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാണ് ഇവർ പിരിഞ്ഞത്. പഴയ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇരുവരുടെയും സംഭാഷണം. തമിഴിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച കനക സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ ഗോഡ്ഫാദർ മുഖേന മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറി. വിയറ്റ്നാം കോളനി, ഗോളാന്തര വാർത്ത, പിൻഗാമി, നരസിംഹം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏറെക്കാലമായി താരം സ്വകാര്യ ജീവിതം നയിച്ചു വരികയാണ്. കനകയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇടയ്ക്കിടെ വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. മരിച്ചുവെന്നോ അർബുദബാധയാണെന്നോ വാർത്തകൾ വന്നിരുന്നു. പിതാവുമായുള്ള സ്വത്ത് തർക്കവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. രാമരാജനെ കാണാനെത്തിയ കനകയുടെ പുതിയ ലുക്കും ആരാധകർ ചർച്ചയാക്കി. സിൽവർ നിറത്തിലുള്ള ഹൈലൈറ്റ് ചെയ്ത ഐ മേക്കപ്പിലാണ് കനക ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. നടി സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമല്ലെങ്കിലും ഈ കൂടിക്കാഴ്ച ആരാധകർക്ക് വലിയൊരു സന്തോഷമായി. വെള്ളിത്തിരയിലെ ആദ്യ നായകനുമായി 37 വർഷത്തിന് ശേഷമുള്ള കനകയുടെ കൂടിക്കാഴ്ച ആരാധകർക്ക് പഴയ കാലത്തിന്റെ മധുര ഓർമ്മകൾ സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.